Hello everyone, welcome to Chala Malayalam Nursing Couple. ഞാൻ Krishna. So UK International Nursing Recruitment അപ്ഡേറ്റ് എന്താണ് ഈ 2025 2026 ഒക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ള ഒരുപാട് എൻക്വയറീസ് വീണ്ടും ഡെയിലി ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസിന് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസിന് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് വീണ്ടും ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ ഇതുവരെയും പുതിയൊരു അപ്ഡേറ്റ്സ് അതിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോഴും പഴയതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസോ കാര്യങ്ങളൊന്നുമല്ല, എത്രത്തോളം വിപുലമായിട്ട് നേരത്തെ നടന്നു അതുപോലെ റിക്രൂട്ട്മെൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഈ ഒരു 2025 2026. നിങ്ങൾക്കറിയാവുന്ന പോലെ ഓരോ സമയത്തും ഓരോ കൺട്രീസാണ് ഇതേപോലെ ട്രെൻഡിങ്ങിൽ പോവുക ഈ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പം സത്യം പറഞ്ഞാൽ ജർമ്മനി മുന്നിട്ട് നിൽക്കുകയാണ് അതിനകത്ത് ഫ്രീ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ഈ റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. UK റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളും, വിസിറ്റ് മിസ്സയിൽ പോയി ഓസ്കി എഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടും, അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ OET എക്സ്പയർ നിങ്ങൾ സേവ് ചെയ്യാം നിങ്ങൾക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം എല്ലാവരെയും ബോധർ ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു നഴ്സിംഗ് ഫാമിലിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, ഇനി എന്താണ് UKയുടെ ഈ ഒരു 2025 2026 സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാര്യം ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയുന്നത് തന്നെ ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് യാതൊന്നും തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്നൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ പല ന്യൂസിലും നെറ്റ് ഇമിഗ്രേഷൻ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഒരു മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ആ ഒരു ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് എത്രത്തോളം കാശാണ് അവർ ചിലവഴിച്ചത്, അത് ഇനി ചിലവഴിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്തായാലും. ഓക്കെ, അതൊരു സാഡ് ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് അവർ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ OET കഴിയുന്നു, ബാക്കി കാര്യങ്ങൾ കഴിയുന്നു, പക്ഷേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എടുക്കുന്നു, പക്ഷേ ജോബ്സ് ഒന്നും തന്നെ UKയിലോട്ട് വരാനായിട്ട് കിട്ടുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ നോർക്കയുടെ റിക്രൂട്ട്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന ജോബ്സ് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു ജോബ്സും തന്നെ ഇതുവരെ വന്നു പോയിട്ടില്ല എന്തായാലും. ഓക്കെ, അപ്പം അത് തന്നെ നിങ്ങൾക്കറിയാം. ഒന്ന് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം കൂടിപ്പോയാൽ കഴിഞ്ഞ 2024 2025 കൂടെ ആയിട്ട് ഏകദേശം കൂടിപ്പോയ ഒരു 4-5 വീഡിയോസ് അത്രയും റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഇടേണ്ടി വന്നിട്ടുള്ളൂ ആകെ. ഓക്കെ, അതിൽ മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മേ ബി ഒരു 300 അടുപ്പിച്ച് ഒരു 400 അടുപ്പിച്ച നഴ്സസ് മാത്രമായിട്ട് ചിലപ്പോൾ UKയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത് എൻ്റെ ജസ്റ്റ് ഉള്ളൊരു കണക്കാണ് ഞാൻ പറയുന്നത്, ഒഫീഷ്യലായിട്ടുള്ള നമ്പേഴ്സ് അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാര്യം അവർ മാക്സിമം ആ ഒരു നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും NHSലേക്കുള്ള ഫണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളും പല ട്രസ്റ്റുകളും അത്രയും ഫിനാൻഷ്യൽ ടൈറ്റ്നസ്സിൽ നിൽക്കുക. ഏതെല്ലാം രീതിയിൽ അവർക്ക് ഫണ്ട് സേവ് ചെയ്യുക അല്ലെങ്കിൽ മണി സേവ് ചെയ്യുക എന്നുള്ള മെത്തേഡ്സും കാര്യങ്ങളെല്ലാം തന്നെ അവർ നോക്കുകയാണ്. ഇൻ ഹൗസ് ട്രെയിനിങ്ങിൻ്റെ കാര്യമാവട്ടെ, ഈവൻ ഒരുപാട് ഏജൻസി ഷിഫ്റ്റുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നതും NHSP ഷിഫ്റ്റുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നതും അങ്ങനെ ഒന്നും തന്നെ പല ട്രസ്റ്റുകളും കൊടുക്കുന്നില്ല. ഈവൻ ഇൻ ഹൗസ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് പോലും പല സ്ഥലങ്ങളിലും സ്റ്റോപ്പ് ചെയ്തു. അവർ മാക്സിമം ഉള്ള സ്റ്റാഫുകളെ വെച്ച് തന്നെ അത് മാനേജ് ചെയ്യാനും ഓടിക്കാനും ഒക്കെ നോക്കുകയാണ്. അത്രയും ക്രൈസിസിൽ കൂടെ പോകുന്നൊരു സിറ്റുവേഷനാണ്. കുറേ പേരും അത് സർവൈവ് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്തു പോയവരുണ്ട്, ഫണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഒരുപാട് ഷോർട്ടേജസ് അവർക്ക് കുറയ്ക്കാനും സാധിച്ചു. കാര്യം ഇപ്പോൾ ഇവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇവർക്കൊരു വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വിത്തിൻ ദ UKയിൽ തന്നെ ഈ സീനിയർ കെയറേഴ്സിന് എല്ലാവർക്കും തന്നെ SIFE പാത്വേയിൽ കൂടെ അവർക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ജോബിന് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ എത്രയോ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആവുന്നുണ്ട്. മലയാളികൾ തന്നെ എത്രയോ പേരാണ് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുന്നതും അതിനുശേഷം അവർ പാസ്സാവുന്നതും അവർക്ക് പിൻ നമ്പർ കിട്ടുന്നതും അവരിതിലോട്ട് കയറും. അങ്ങനെ ഇൻ ഹൗസായിട്ട് തന്നെ ഒരു വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് കണ്ടമാനം ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ എന്തിനു വെറുതെ ഇൻ്റർനാഷണലി നഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് 10-13 ലക്ഷം ചിലവാക്കുന്നു, അല്ലെങ്കിൽ ഏജൻസിക്ക് പൈസ, അതിൻ്റെ യാതൊരു ആവശ്യം ഇപ്പോൾ ട്രസ്റ്റുകൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാര്യം അത്രയും മാത്രം സീനിയർ കെയറേഴ്സിനൊക്കെ തന്നെ ഈ ഒരു SIFE പാത്വേയിൽ കൂടെ അവർക്ക് പ്രോഗ്രസ് ചെയ്ത് പിൻ നമ്പർ കിട്ടി നേഴ്സ് ആവാനായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഹൗസ് ആയിട്ട് ഉള്ള പഠിച്ച് ഇറങ്ങുന്ന നഴ്സസ്, ഓക്കെ, സ്റ്റുഡൻറ്റ് നഴ്സസ് ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈവൻ ഈ പിൻ നമ്പർ കിട്ടി ഇവിടെ ഉള്ള UKയിലുള്ളവർ പോലും സ്ട്രഗിൾ ചെയ്യാണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഞാനത് പറയുന്നത് വെച്ചാൽ ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഓക്കെ, ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അഡ്മിഷൻസോ അല്ലെങ്കിൽ എൻക്വയറീസോ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞൊരു 6 മാസമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും ആൾക്കാർ പിൻ നമ്പർ കിട്ടിയിട്ട് ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നാട്ടിൽ പോയി ഇനി നടത്തേണ്ട ചാൻസസ് വളരെ കുറവായിരിക്കും എന്തായാലും. ഓക്കെ, ഇനി നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ വെയിൽസിൻ്റെയോ അല്ലെങ്കിൽ നോർക്ക ത്രൂ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിലോ
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെയും അപ്ഡേറ്റ്സ് അവർ വരുന്ന സമയത്ത് തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വിടുന്നത്. അത് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ വരുന്നത് ഇപ്പം ഇടയ്ക്ക് ലെസ്റ്ററിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നാണ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഷോർട്ട് ലിസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തായിട്ടൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കും. അതല്ലാതെ തന്നെ വേറെ ഒരു അപ്ഡേറ്റ്സും ഇതുവരെയും വന്ന് പോയിട്ടില്ല. ഇനി എന്തെങ്കിലും ഉറപ്പായിട്ടും വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനൽ ത്രൂ ഞങ്ങൾ അറിയിച്ചിരിക്കും എന്തായാലും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും ഓക്കെ ഇപ്പം നിങ്ങൾ പഠിച്ച് പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, നേരെ വിസിറ്റിംഗ് വിസ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ OET എഴുതി കഴിഞ്ഞു, നിങ്ങളുടെ OETയുടെ എക്സ്പയറി നിങ്ങൾ കഴിയാൻ പോവാണ് എന്ന് കരുതി നിങ്ങൾ വിസിറ്റിംഗ് വിസയും കാര്യങ്ങളും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ചാടി കയറി വന്നു കഴിഞ്ഞ് നിങ്ങൾ പിൻ നമ്പർ കിട്ടിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. ശരി, ഓക്കെ, സമ്മതിച്ചു, നിങ്ങൾ ഓസ്കി എഴുതുന്നു, നിങ്ങൾ പിൻ നമ്പർ കിട്ടുന്നു, ജോലി കിട്ടണ്ടേ? ജോലി എന്ന് പറയുന്നൊരു ഫാക്ടറല്ലേ. സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് OET എഴുതുന്നു, അറൗണ്ട് ഒരു 35,000 അടുപ്പിച്ച് നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു, അതെല്ലാം ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ ഈ ഒരു ഓസ്കി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാശ് മുടക്കി. ഓക്കെ, ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ചിലവാക്കിയാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് പേര് ഓക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അച്ഛനില്ല, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ സിംഗിൾ പാരൻ്റാണ്, അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പൈസയാണ്, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തത് OET പഠിച്ചതല്ലേ, അപ്പോൾ എന്തായാലും നീ പോയിട്ട് വാ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു മിഡിൽ ആവറേജ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ട് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുത്ത് പോയി ഓസ്കി എഴുതി പിൻ നമ്പർ കിട്ടി ജോബിന് നിങ്ങൾക്കൊരു വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ UK പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു ജോബിന് കയറാനായിട്ട് പറ്റില്ല. അത് ഇല്ലീഗലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബിന് കയറാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം എന്തായാലും, മനസ്സിലായോ? അതൊരിക്കലും ഞാൻ കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മുടെ ആ സാധനം ആരെങ്കിലും കൊണ്ട് വെച്ച് തന്ന് കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഞാൻ പറയാനായിട്ടുള്ള റീസൺ വെച്ചാൽ ഇത്രയും ആൾക്കാർ പിൻ നമ്പർ കിട്ടി ഇവിടെ നിൽക്കുന്ന സീനിയർ കെയറേഴ്സ് ആവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, ഇവർക്ക് ആർക്കും തന്നെ ഒരുപാട് പേര് അവർ 300-400 ആപ്ലിക്കേഷൻസ് കൊടുത്തതിന് ശേഷമാണ് അവർക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എങ്കിലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. അവരുടെ എക്സ്പീരിയൻസോ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റോ അവരുടെ ഇൻ്റർവ്യൂയോ ഇതൊന്നും നല്ലതാവാഞ്ഞിട്ടല്ല. ഓക്കെ, പക്ഷേ പല ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് അവർ സെലക്റ്റഡ് ആവാതിരിക്കാനായിട്ട്. അതുപോലെ പലതും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. വെർച്വൽ ഇൻ്റർവ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ ഓഫർ ചെയ്യണമെന്നും നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയിരിക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂസിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വിസയിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഈ ഒരു OET എക്സ്പയറി നിങ്ങൾ സേവ് ചെയ്യുന്നത് മാത്രമല്ല ഇതിനകത്തുള്ള, ഇനി ഈ ഒരു കാശ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് ഇപ്പം പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഈ OETയും UKയും അയർലൻഡ് മാത്രമല്ല നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നാട്ടിൽ എത്രയോ നല്ല ജോബുകൾ കിട്ടും നിങ്ങൾക്ക്. നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്, നോർസെറ്റിൻ്റെ എക്സാംസ് എഴുതാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് സാലറി കുറവ് തന്നെയാണ്, പക്ഷേ ആദ്യം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ നിങ്ങൾ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക ആദ്യം. ഓക്കെ, എന്തായാലും ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു 1 year 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എത്രയോ നല്ല ജോബ്സ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും. ഓക്കെ, ദെൻ നിങ്ങളൊന്ന് മിഡിൽ ഈസ്റ്റിൽ പോയി നിങ്ങളൊന്ന് സ്റ്റേബിളായി നിങ്ങൾക്ക് പിന്നീട് UK ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൂടെ, അല്ലെങ്കിൽ OET എഴുതിക്കൂടെ, എന്തെങ്കിലും ചെയ്തുകൂടെ? ഈ OET എന്ന് പറയുന്ന ഒരു ബാലികറ മല വീണ്ടും എഴുതുന്ന കാര്യം ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. ഓക്കെ, പക്ഷേ ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിയെന്ന് വെച്ചോ, 3 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾക്ക് 2 വർഷമായിട്ട് നിങ്ങൾ നോക്കുന്നു, നിങ്ങൾക്ക് ഒരു രീതിയിലും ചാൻസസ് കിട്ടുന്നില്ല എന്ന് വെച്ചോ, റീവാലിഡേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 3 yearsനുള്ളിൽ 450 മണിക്കൂർ പ്രാക്ടിക്കൽ അവേഴ്സും പിന്നെ അതിനോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പിൻ നമ്പറിനെ നിങ്ങൾക്ക് റീവാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതൊന്നും ആരും പറയാറില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് റീവാലിഡേഷൻ്റെ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്ക് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ 450 പ്രാക്ടിക്കൽ അവേഴ്സ് നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കി പറയുന്ന ക്രൈറ്റീരിയാസും കാര്യങ്ങളും നിങ്ങൾക്കൊരു മാനേജറോ ബാക്കിയുള്ളവരോ നിങ്ങൾക്ക് റെഫറൻസ് തന്നിട്ടുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതെ 3 വർഷം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും ഇതെല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിനകത്തുള്ളൊരു ബിഹൈൻഡ് ദ സീൻ എന്താണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. മുന്നോട്ട് എന്ത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാശെടുത്ത് പുറത്തേക്ക് നിങ്ങൾ ഇടുമ്പോൾ ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, ശരി, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഫാമിലി ഇവിടെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. UK നിങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇട്ടിട്ട് ശരി, നിങ്ങൾക്കൊരു ഡിസിഷൻ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങൾ എടുത്തോ, യാതൊരു കുഴപ്പമില്ല. ഓക്കെ,
പക്ഷേ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് കാണാതെ നിങ്ങൾ ബ്ലൈൻഡായിട്ടൊരു ഡെസിഷൻ എടുക്കരുത്. ഓക്കെ, ഞങ്ങൾ ഒരുപാട് പേരെ OET പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നാട്ടിൽ നിന്ന് കുട്ടികൾ അഡ്മിഷൻ്റെ കാര്യം ചോദിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ആരെയും തന്നെ അഡ്മിഷൻ എടുക്കാറില്ല. അവർക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് ആണ് അതിന് പകരം കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ UK-ലോ അല്ലെങ്കിൽ അയർലൻഡിലുള്ള കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് അഡ്മിഷൻസ് എടുത്ത് പഠിപ്പിക്കാറുള്ളത്. അത്രയും മാത്രം നമ്പർ ഓഫ് OET സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ OETയുടെ എക്സാംസ് എഴുതുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കുറേ പേര് അത് മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ഈ നാട്ടിൽ ന്യൂലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് OETയുടെ കാര്യം ചോദിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ വെച്ചാൽ, കാര്യം അവരൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ ചാടിക്കയറി ഇപ്പോൾ ഒരു OET എഴുതിയിട്ടോ IELTS ക്ലിയർ ചെയ്തിട്ടോ UK ആണ് അവരുടെ സ്വപ്നമെങ്കിലോ അയർലൻഡാണോ സ്വപ്നമെങ്കിലോ അവർക്ക് യാതൊരു ചാൻസും ഇല്ല ഇപ്പോൾ ഒരു ജോബ് കിട്ടാനായിട്ട്. ഇനി ഒരു 2025-ലോ 2026-ലോ ചാൻസസ് കാണുന്നേ ഇല്ല, വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ എന്തെങ്കിലും മാറിമറിയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള സമയം കിട്ടിയിരിക്കും വീണ്ടും പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഓക്കെ, അതേസമയം നിങ്ങളിപ്പോൾ ഒരു ടൈം നിങ്ങൾ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നഴ്സിംഗ് കരിയറിൽ? ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ജോബ് സെക്യൂർ ചെയ്യും പ്രോപ്പറായിട്ട്. ആ ഒരു ജോബ് സെക്യൂർ ചെയ്ത് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് മൂവ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഡേറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്ത് മിഡിൽ ഈസ്റ്റിലേക്കോ എവിടെയെല്ലാം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ നോക്കുക. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഏകദേശം 6 വർഷത്തോളം നാട്ടിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ UK-ലോട്ട് എത്തിയത്. ഓക്കെ, ആ സമയത്ത് UK ഓപ്പൺ ആയിരുന്നു. പക്ഷേ മനസ്സിലുണ്ടായിരുന്നത് മാക്സിമം എല്ലാ എക്സ്പീരിയൻസസും കാര്യങ്ങളെല്ലാം എടുക്കുക, അച്ചീവ് ചെയ്യുക, തന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരിക. ഓരോരുത്തരും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് പേർക്കും അവർ ലക്കി ആയിരുന്നു, അവർ ഇറങ്ങിയ ഉടനെ തന്നെ OET എഴുതാനും ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നു. ആ സാഹചര്യമല്ല ഇപ്പോൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും ഇതുപോലെ ആയിരിക്കില്ല, ഈ ചേഞ്ചസ് എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കും. അത് ഏത് രാജ്യത്താണെങ്കിലും ഒരു സമയം UK ആണെങ്കിൽ പിന്നീട് US ആയിരിക്കും, പിന്നെ US ആണെങ്കിൽ പിന്നെ ഓസ്ട്രേലിയ ആയിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജർമ്മനി ആയിരിക്കും, പിന്നെ അയർലാൻഡ് ആയിരിക്കും. അങ്ങനെ മാറി മാറി വരും. കാര്യം റിസഷനും ഫിനാൻഷ്യൽ ക്രൈസിസും ഒക്കെ ഇത് കോമൺ ആയിട്ട് സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് എന്തായാലും. ഓക്കെ, നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്തായാലും. ഓക്കെ, ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഇപ്പം ഞാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ കാൻഡിഡേറ്റ്സ് മാത്രമല്ല, നഴ്സിംഗ് കാൻഡിഡേറ്റ്സ് മാത്രമല്ല, അവരുടെ പാരൻസ് അടക്കം, അമ്മമാരും അച്ഛന്മാരും അടക്കം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മക്കളുടെ കാര്യത്തിൽ അവർ ടെൻസ്ഡാണ്, വിഷമമാണ്. കാര്യം നിങ്ങൾ OET പഠിച്ചതും OET ക്ലിയർ ചെയ്തതും അതിൻ്റെ വേണ്ടിയുള്ള ഹാർഡ് വർക്കും അവരുടെയൊക്കെ ആഗ്രഹം നിങ്ങൾ UK-ൽ എത്തണമെന്നൊക്കെയാണ്. അപ്പം നിങ്ങളാണ് അവരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് സ്റ്റേബിളായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായി ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഓക്കെ ആക്കി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം ചാൻസ് വരട്ടെ. കാര്യം നിങ്ങൾക്ക് 1-2 ലക്ഷം രൂപ അടുപ്പിച്ചോളം ശമ്പളം നിങ്ങൾക്ക് UAE-ലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും, നല്ലൊരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് OET ആവട്ടെ, ഇനി ഏത് മലമറിച്ച എക്സാംസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാണ് പഠിക്കാനും എഴുതാനുമായിട്ട്. കാര്യം എത്രയോ സൗദിയിലുള്ള കാൻഡിഡേറ്റ്സിനും UAE-ലുള്ള കാൻഡിഡേറ്റ്സിനും ഒക്കെ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അണ്ടിൽ അവരുടെ ഒരു ലൈഫിൽ ജോബ് കിട്ടുന്നവരെയും ഒരു ഹോൾ പാത്വേയിൽ കൂടെ ഒരു ഹോൾ ജേർണി വിറ്റ്നസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ MNC ടീമിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഫീഡ്ബാക്സ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അറിയാമെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, റിയാലിറ്റി ഇതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. നഴ്സിംഗ് എന്ന് പറയുന്നത് UK മാത്രമല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ജർമ്മൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. മറ്റൊരു ലാംഗ്വേജാണ്. ഇനി നിങ്ങൾ ജർമ്മനിയിൽ ഇപ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നോക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് മാറാലോ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ബെറ്റർ ഓപ്ഷൻസ് ഏതാണ്, നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആവാം എന്നുള്ള കാര്യം നോക്കുക. റിസ്ക് എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം. ആ റിസ്ക് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി തിരിച്ച് നമുക്ക് കിട്ടുമോ, എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതുകൊണ്ട് മാത്രം നിങ്ങളെന്ന് റിമൈൻഡ് ചെയ്യാനും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് എന്ന് പറഞ്ഞു തരാനും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരുന്ന രീതിയിൽ എന്തൊക്കെ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് എബ്രോഡ് ഉണ്ടോ അല്ലെങ്കിൽ നാട്ടിലുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസസും കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 2025-ലും 2026-ലും അല്ലെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവരാണ്, പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നഴ്സിംഗ് കരിയർ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഇടുന്നുണ്ടായിരിക്കും. ഏതൊക്കെ കൺട്രീസാണ് ടോപ്പ് പെയ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പം ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, USA-ലേക്കൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം പിന്നീട്,
അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നഴ്സിംഗിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ, ഇത് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഒരുപാട് പേര് ഇതൊന്നും അപ്ലൈ ചെയ്യുന്നത് പോലുമില്ല. ഓക്കെ, ഈ നോർസെറ്റ് എക്സാംസ് ഉണ്ടെന്നോ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ഉണ്ടെന്നോ ഒന്നും അറിയ പോലുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോപ്പർ അപ്ഡേറ്റ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് UK മാത്രമല്ല എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഇനി വരുന്ന അപ്കമിങ് എപ്പിസോഡ്സിന് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കി ഒരു പ്രോപ്പർ ഡിസിഷനിലോട്ട് നിങ്ങൾ എടുക്കുക. ആൻഡ് അതുപോലെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് UK നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കാര്യത്തിലും അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ വരുവാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ത്രൂ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഫർദർ ആയിട്ടുള്ള എല്ലാ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, ജോബ് ഇൻ്റർവ്യൂസിൻ്റെ ടിപ്സ് ആവട്ടെ, പ്രിപ്പറേഷൻ ആവട്ടെ, നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസിൻ്റെ ഫ്രീ ക്ലാസ്സസ് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനലിൽ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.